ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ കാണുന്നവരാരും നമുക്ക് തീരെ ലൈക്കും തരുന്നില്ല കേട്ടോ ഗൈസ്. പ്ലീസ് എന്താണ് ഗൈസ്, ലൈക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ. നമ്മളിന്ന് പോകുന്നത് കക്കാട് ഇക്കോ ടൂറിസത്തെ കേട്ടോ. ഇത് ഈങ്ങാപ്പുഴ ജംഗ്ഷനാണ്. ഈങ്ങാപ്പുഴ ജംഗ്ഷനിൽ സ്റ്റാൻഡ് കഴിഞ്ഞ പാട് ലെഫ്റ്റിലേക്കുള്ള ഈ വഴിക്കാട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടേക്ക് ഫസ്റ്റായിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്തും വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ തെറ്റിയിട്ടുള്ളതിനോണ്ടാണ് ഞാൻ ഈ വഴിയൊക്കെ കാണിക്കുന്നത്. അതിൽ നേരെ വന്നു കഴിഞ്ഞാൽ എവിടെയും തിരിയാനൊന്നുമില്ല. പിന്നെ വരുന്നത് ഇവിടെയാണ്. അവിടെ ബോർഡ് കാണാം. ആ ബോർഡ് കഴിഞ്ഞ പാട് ഈ ലെഫ്റ്റിലോട്ടുള്ള അടുത്ത തിരിവും തിരിയണം. എനിക്ക് വഴി തെറ്റിയെന്ന് പറയുന്ന സ്ഥലം ഇവിടെയാട്ടോ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ചുറ്റി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തുന്ന ഒരു അവസ്ഥയായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് നേരെ തന്നെ പോയാൽ മതി. നേരെ പോയി കഴിഞ്ഞാൽ ഒരു 200 മീറ്ററേ ഉള്ളൂ കക്കാട് ഇക്കോ ടൂറിസത്തിലെത്തും കേട്ടോ. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറാണുള്ളത്. ഈ അതേപോലെ ഇവിടത്തേക്കുള്ള ബസ്സിൻ്റെ സമയമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വേണ്ടവരൊന്ന് പോസ് ചെയ്തിട്ട് നോക്കി വെച്ചോളൂ ബസ്സിന് വരുന്നവർക്ക്. അതേപോലെ ഇന്ന് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബസ് നിറച്ച് കുട്ടികൾ ഏതോ സ്കൂളിൽ നിന്ന് വന്നതാണ്. ഒരാൾക്ക് 35 രൂപയും ബൈക്കിന് അതുപോലെ തന്നെ 20 രൂപയും ചാർജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 20 രൂപയേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ ടിക്കറ്റിന്. ഈ കാട് അരുവി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടൊന്ന് വെള്ളത്തിലിറങ്ങി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടോ അത്. അതുപോലെ തന്നെ കപ്പിൾസിനും നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഒരുപാട് കാടിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ബെഞ്ച് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ. ഇവിടെയാണ് ജംഗിൾ വാക്ക് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കാടിന് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണെന്നുള്ളത്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിലങ്ങോട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്തൊന്നും ആരും വരുന്നവരൊന്നും അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കുക മാക്സിമം. പിന്നെ മലവെള്ളമൊക്കെ ഏത് ടൈമിലാണ് വരികയെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക, അങ്ങോട്ട് പോകാതെ. കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പാറേൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇതേമാതിരി നല്ല അടിപൊളി സീനിലിരുന്ന് കുറച്ച് നേരം വർത്താനം പറയാനും അങ്ങനത്തെയൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ മുന്നോട്ട് നമുക്ക് പോകാം. പോയി കഴിഞ്ഞാൽ അവസാനം ഇവിടെയാണ് എത്തുന്നത്. ഇവിടുന്ന് നമ്മൾ വെള്ളത്തിൻ്റെ സൈഡിലൂടെ അരി പിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കി. ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ വണ്ടി വന്നു കേട്ടോ. കാരണം അപ്പുറത്ത് മരം വീണ് നടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഇതിന് മുന്നേ വന്നപ്പോൾ പലരും അങ്ങോട്ട് കണ്ടിട്ടുണ്ടെങ്കിലും കൂടെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ അട്ട ഇവിടെ നല്ലോണം ഉണ്ട്. മഴക്കാലത്തായി കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് വലിയ തോതിലൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ട് അട്ടയൊക്കെ ഉണ്ട്. ഈ അരുവി ഒലിച്ച് വരുന്നതിൻ്റെ ആ ശബ്ദവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ. അതുപോലെ തന്നെ കാടാണ്. കുറച്ച് നമുക്ക് ഈ ജംഗിൾ വാക്ക് ബോർഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതേപോലെ കാടിൻ്റെ ഒരു വന്യത, വലിയ വന്യതയൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ ഇവിടെ മൊത്തം. ചുറ്റും ഓരോ ജീവികളുടെ ശബ്ദം, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഇതൊന്നുമില്ല. നമ്മൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ ഇവിടുന്ന്. ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കുക. അടിപൊളി ഒരു സ്പോട്ടാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ദൂരെ എവിടേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ എല്ലാവരും വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.